മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദൈവികാരുണ്യ ഈശോ ഈ ദിവസം നിങ്ങളെല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുകയും അവിടുത്തെ കൃപകൾ കൊണ്ടും അനുഗ്രഹങ്ങൾ കൊണ്ടും നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്നും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. തിരുസഭ ഇന്ന് ഓശാന തിരുനാൾ കൊണ്ടാടുകയാണ്. ജെറുസലേം രാജവീതിയിലൂടെ രാജാതിരാജനായി ജനസമൂഹത്തിന്റെ നടുവിലേക്ക് കടന്നു വന്ന ഈശോ മിശിഹായെ നമ്മളിന്ന് പ്രത്യേകമായിട്ട് ധ്യാനിക്കുകയാണ്. എന്നും ആർഭാടങ്ങളിൽ നിന്നും ലൗകികമായ കാര്യങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിന്ന ഈശോ ഈ ദിവസം വലിയ ആർഭാടത്തോടുകൂടെയാണ് ജെറുസലേം രാജവീതിയിലേക്ക് പ്രവേശിക്കുന്നത്. രാജാക്കന്മാര് രാജാധികാരം ഏറ്റുവാങ്ങുവാനായിട്ട് പോകുന്നതിന് മുമ്പ് ഇതുപോലെ വലിയ ജനക്കൂട്ടത്തിന്റെ നടുവിലൂടെ കടന്നുവരുന്നത്, ജൈവിളികളുടെ നടുവിലേക്ക് കടന്നു വരുന്നത് നമ്മൾ ഓരോരുത്തരും പഴയ നിയമ പുസ്തകങ്ങളിൽ കാണുന്നുണ്ട്. ദാവീദിന്റെ പുത്രനായ സോളമൻ തന്റെ രാജാധികാരം ഏൽക്കുന്നതിന് മുമ്പ് തന്റെ പ്രിയപ്പെട്ട കഴുതക്കുട്ടിയുടെ പുറത്ത് ഇതുപോലെ ജനസമൂഹത്തിന്റെ നടുവിലൂടെ ജൈവിളികൾക്ക് മധ്യത്തിലൂടെ കടന്നു വരുന്നുണ്ട്. ഈശോനാഥൻ താൻ ജനഹൃദയങ്ങളിൽ വസിക്കേണ്ട രാജാവാണെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് കഴുതക്കുട്ടിയുടെ പുറത്ത് ഈ ജനസമൂഹത്തിന്റെ നടുവിലൂടെ കടന്നു വരുന്നത്. എന്നും തന്റെ പ്രിയപ്പെട്ട മക്കളുടെ മനസ്സിൽ ഓർമ്മയായിട്ട് താൻ നിൽക്കണമെന്ന്, അവരുടെ ഹൃദയങ്ങളെ ഭരിക്കുന്ന രാജാവായിരിക്കണം താനെന്ന് അവിടുന്ന് ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഓശാന തിരുനാൾ നമ്മൾ ഓരോരുത്തരും കൊണ്ടാടുമ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിന്റെ രാജാവാണോ ഈശോയെന്നും, രാജാവായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ഈശോ നിത്യം വസിക്കുന്നുണ്ടോ എന്നും നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളുടെ രാജാവായി എന്നും നമ്മുടെ ഉള്ളിൽ വസിക്കുവാനായി ആഗ്രഹിക്കുന്നു. അവിടുന്ന് സമാധാനപ്രിയനായ രാജാവാ. കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി വരുന്നത് സമാധാന പ്രിയനായിട്ടുള്ളവനാ. ഈശോനാഥൻ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം രാജവീതിയിലേക്ക് ഓശാന വിളികളുടെ മധ്യേ കടന്നു വന്നു എന്ന് പറയുമ്പോൾ അവിടുന്ന് സമാധാന പ്രിയനാ. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുന്നതിന് വേണ്ടി കടന്നു വന്നവനാണ് ഈശോനാഥൻ. അവിടുത്തെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുമ്പോൾ അവിടുന്ന് അരുളി ചെയ്യുന്നത് എന്താ? നിങ്ങൾക്ക് സമാധാനമെന്ന. പ്രിയപ്പെട്ടവരെ, എന്റെയും നിങ്ങളുടെയും ഒക്കെ ജീവിതത്തില്, നമ്മുടെ കുടുംബങ്ങളില്, സമൂഹങ്ങളില് സമാധാനം നിൽക്കണമെങ്കിൽ, സമാധാനത്തിൽ നമ്മൾ ഓരോരുത്തരും ജീവിക്കണമെങ്കിൽ ഈശോനാഥൻ നമ്മുടെ ഹൃദയങ്ങളുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും രാജാവായി എന്നും വസിക്കണം. ആരും ഉപയോഗിക്കാത്ത കഴുതക്കുട്ടിയുടെ പുറത്താണ് ഈശോനാഥൻ ജെറുസലേം രാജവീതിയിലേക്ക് പ്രവേശിക്കുന്നത്. ആരും ഉപയോഗിക്കാത്ത കാളക്കുട്ടിയെ ബലിയർപ്പിക്കണമെന്ന് പഴയ നിയമത്തിലുണ്ടായിരുന്നു. പ്രിയപ്പെട്ടവര്, താൻ ബലിയായി തീരുന്നതിന് മുമ്പ് ഈശോനാഥൻ ജെറുസലേമിലേക്ക് കടന്നു വരിക. താൻ ബലിയായി മാറുന്നതിന് മുമ്പ് ജെറുസലേമിലേക്ക് കടന്നു വരുന്ന ഈശോ ആർക്ക് വേണ്ടിയാണോ താൻ ബലിയായി തീരുന്നത്, അവരോരോരുത്തരും തങ്ങളുടെ ജീവിതത്തിലേക്ക് അവനെ സ്വീകരിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ടാണ് ഈശോ കാൽവരിയിൽ ബലിയായി തീർന്നത്. കാൽവരിയിൽ അവിടുന്ന് അർപ്പിച്ച ബലിയുടെ അഭിഷേകവും കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതങ്ങളിൽ ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യം എന്താണെന്ന് കൂടെ നമ്മളെ ഓരോരുത്തരെയും ഈ ദിവസം പഠിപ്പിക്കുന്നുണ്ട്. ഈശോനാഥൻ കഴുതക്കുട്ടിയുടെ പുറത്ത് ജെറുസലേം രാജവീതിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ നിന്നിരുന്ന ജനം ആവേശം കൊണ്ട് ആർത്തുവിളിക്കുകയാണ്, ദാവീദിന്റെ പുത്രന് ഓശാന എന്ന്. ആ ജൈവിളികളുടെ മധ്യത്തിലൂടെ അവൻ കടന്നു വരുമ്പോൾ ജനം അവന്റെ മുൻപിലേക്ക് മരച്ചിലുകൾ വെട്ടിയിടുന്നുണ്ട്, അവന്റെ മുൻപിലേക്ക് വസ്ത്രം ഉരിഞ്ഞിടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു പ്രതീകമാണിത്. തങ്ങൾ പാപം ചെയ്തപ്പോൾ ധരിച്ച വസ്ത്രം, വിശുദ്ധിയുടെ അനശ്വര വസ്ത്രത്തെ പാപത്തിലൂടെ നഷ്ടപ്പെടുത്തിയ മനുഷ്യൻ ധരിച്ച പാപത്തിന്റെ വസ്ത്രത്തെ അവന്റെ മുൻപിലേക്ക് ഉരിഞ്ഞിടുകയാണ്. പാപം ചെയ്തപ്പോൾ തങ്ങളെ മറച്ച മരച്ചില്ലകള് അവന്റെ മുൻപിലേക്ക് വെട്ടിയിടുകയാണ്. ഇനി അവരുടെ ജീവിതത്തിൽ പാപത്തിന് സ്ഥലമില്ല.
ഇനി അവരുടെ ജീവിതത്തിന് മറവുകളില്ല. അവിടേക്കാണ് ഈശോനാഥൻ കടന്നു വരുന്നത്. അവരുടെ ജീവിതത്തിന് വേണ്ടി ബലിയായിട്ട് അവിടുന്ന് മാറുകയാണ്. ആ ബലിയുടെ കൃപയും അനുഗ്രഹവും അവർക്ക് ലഭിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ അഭിഷേകവും കൃപയും അനുഗ്രഹങ്ങളും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കണമെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ടതും ഇതുതന്നെയാണ്. പാപം ചെയ്തതിലൂടെ വിശുദ്ധിയുടെ അനശ്വര വസ്ത്രത്തെ വലിച്ചെറിഞ്ഞ് തിന്മയുടെ വസ്ത്രം നമ്മൾ ഓരോരുത്തരും ധരിച്ചിട്ടുണ്ട് എങ്കിൽ പാപത്തിന്റെ വസ്ത്രത്തെ നമ്മളിൽ നിന്ന് ഈ ദിവസങ്ങളിൽ ഉരിഞ്ഞ് കർത്താവിന് മുൻപിൽ ഇടാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും മറവുകൾ ഉണ്ട് എങ്കിൽ, ദൈവ അനുഗ്രഹത്തെ സ്വീകരിക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സപ്പെടുത്തുന്ന മറവുകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ആ മറവുകളെ ഇന്ന് വെട്ടിയൊരുക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. മറവുകളില്ലാതെ വിശുദ്ധിയുടെ അനശ്വര വസ്ത്രം ധരിച്ച് കർത്താവായ ഈശോ മിശിഹായുടെ ബലിയോട് ചേർന്ന് നിന്നാൽ ആ ബലിയുടെ കൃപയും അനുഗ്രഹവും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഓശാന തിരുനാൾ നമുക്ക് അനുഗ്രഹമാകട്ടെ. ഓശാന തിരുനാളില് രാജവീതിയില് ജനക്കൂട്ടം അവിടുത്തെ സ്വീകരിച്ചത് രക്ഷിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കണ്ണീരോടെയും വേദനയോടെയും തകർന്ന ഹൃദയത്തോടെയും തങ്ങളെ രക്ഷിക്കണമേ എന്ന് അപേക്ഷിച്ച ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ കർത്താവിന് അലിവ് തോന്നുകയാണ്. പ്രിയപ്പെട്ടവരെ, അലിവ് തോന്നുന്ന കർത്താവ് കുരിശെടുക്കാൻ തയ്യാറാവുകയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വേദനകളിലും ദുഃഖങ്ങളിലും കണ്ണുനീരിലും അലിവ് തോന്നുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. ആ ദൈവം നമുക്ക് വേണ്ടി കുരിശെടുക്കുന്നവനാണ്. ആ ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ വേദനകളെയും ദുഃഖങ്ങളെയും മാറ്റും. അവന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊടുക്കാം. അവനെ നമുക്ക് സ്വീകരിക്കാം. ഈ ഓശാന തിരുനാളിന്റെ മംഗളങ്ങൾ ഏവർക്കും ആശംസിക്കുന്നു. കരങ്ങൾ യാചനയോടെ പിടിച്ച് നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, കുടുംബാംഗങ്ങളെ പരിപൂർണമായിട്ടും ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് ഈ ഒരാഴ്ച മുഴുവനും മറവുകളെ മാറ്റാനും പാപത്തിന്റെ വസ്ത്രം ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ഉരിഞ്ഞു മാറ്റാനും നമുക്ക് സാധിക്കട്ടെ. അതുവഴി ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലിയുടെ അഭിഷേകവും കൃപയും അവിടുന്ന് നൽകുന്ന ശാന്തിയും സമാധാനവും നമ്മിലും നമ്മുടെ കുടുംബങ്ങളിലും നിറയട്ടെ. സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്കും ഇവരുടെ അധ്വാനങ്ങളിലേക്കും ഇവരുടെ നൊമ്പരങ്ങളിലേക്കും അങ്ങ് ഇറങ്ങിച്ചെല്ലണമേ. ഓരോരുത്തരെയും സഹായിക്കണമേ. ഇവരുടെ കുടുംബത്തിൽ അങ്ങ് വസിക്കണമേ. രക്ഷയ്ക്കായി നിലവിളിക്കുന്നവരുടെ ജീവിതത്തെ കാണണമേ. ഇവരുടെ രോഗങ്ങളിൽ നിന്ന്, തകർച്ചകളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, അസ്വസ്ഥതകളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന് ഇവരെയും ഇവരുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. രക്ഷിക്കണമേ ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ.